അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് 8086 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം രജിസ്റ്റർ ഓർഗനൈസേഷനകത്ത് 2 ടൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഇസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റിൻ്റെ രജിസ്റ്റേഴ്സാണ്. ഓക്കെ, ആദ്യമേ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നോക്കാം. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8/16 ബിറ്റ്സ് അവൈലബിൾ ആണ്. 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെല്ലാം, എന്നാൽ 8 ബിറ്റ് ഡേറ്റയും 16 ബിറ്റ് ഡേറ്റയായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് സാധിക്കും. നമ്മൾ ഡേറ്റയോ വേരിയബിൾസോ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിനെയോ ഒക്കെ ടെമ്പററിലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടറൊക്കെ ഇല്ല, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൗണ്ട് ചെയ്ത് നമ്മൾ പോകത്തില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററിനകത്ത് നമുക്ക് വരുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് അല്ലാത്ത രജിസ്റ്റേഴ്സാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, നമ്മൾ CS, DS, SS, ES ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അതൊക്കെ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, അത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററിൽ വരുന്നതാണ്. പോയിൻ്ററും ഇൻഡെക്സ് രജിസ്റ്റേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ കീഴിലോട്ടായിരിക്കും വരുന്നത്, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കീഴിലോട്ടായിരിക്കും വരുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളതല്ലേ. അപ്പം അതിൽ സെഗ്മെൻറ്റ് രജിസ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഡ് സെഗ്മെൻറ്റ്. CS എന്ന് പറയുന്നത് കോഡ് സെഗ്മെൻറ്റാണ്. അതായത് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേനും അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസിന് മെമ്മറിയുടെ കോഡ് സെഗ്മെൻറ്റിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് കോഡ് സെഗ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പറൻറ്റ് പോലത്തെ സെറ്റപ്പൊക്കെ. ഡേറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഡേറ്റേനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കോഡ്, ഇത് ഡേറ്റ സെഗ്മെൻറ്റ് മെമ്മറിയുടെയാണ്, പോയിൻ്റ് ചെയ്യാനായിട്ടാണ്. ES രജിസ്റ്റർ എന്ന് പറയുന്നത് എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്, അതും ഡേറ്റയായിട്ട് ലിങ്ക് ചെയ്താണ് വരുന്നത്. സോ കോഡ് സെഗ്മെൻറ്റ് എന്താണ്? മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം A+B എന്ന് പറഞ്ഞ എൻ്റെ ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്നും എനിക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഐ നീഡ് ടു ആഡ് A ആൻഡ് B. സോ ഇത് രണ്ടും എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഇൻ സം മെമ്മറി ലൊക്കേഷൻ. വാട്ട് ഈസ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് A ആൻഡ് വാട്ട് ഈസ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് B? ഇതെനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ഗോ ടു ദ കോഡ് സെഗ്മെൻറ്റ്. സോ ഇപ്പം ഞാൻ കോഡ് സെഗ്മെൻറ്റിൽ പോയപ്പോൾ തന്നെ ഓക്കെ, ഈ കോഡ് സെഗ്മെൻറ്റിൽ എൻ്റെ മെമ്മറി ലൊക്കേഷൻ ഇത് 1000, ഇത് 1004 ആണെന്ന് വിചാരിച്ചു. സോ ഐ റിസീവ്ഡ് മൈ മെമ്മറി ലൊക്കേഷൻ ഫോർ A ആൻഡ് B. ഇനി ഈ മെമ്മറി ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ ഡേറ്റ സെഗ്മെൻറ്റിൽ പോവാണ്. അപ്പോൾ ഡേറ്റ സെഗ്മെൻറ്റിൽ പോകുമ്പോൾ എന്താണ്? ഓക്കെ, 1000 ലൊക്കേഷനിൽ Aയുടെ വാല്യൂ എനിക്ക് കിട്ടി 3, 1004 എനിക്ക് Bയുടെ വാല്യൂ കിട്ടി 2. അപ്പോൾ അങ്ങനെ എൻ്റെ സമ്മ് 5 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ചില കേസസിൽ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാക്ക് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് ദ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ്. അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. IP ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ എഗെയിൻ പറഞ്ഞു, നമ്മൾക്ക് ഒരു അഡ്രസ്സ്, ഒരു ഫിസിക്കൽ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ് അഡ്രസ് ഇൻറ്റു 10H പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്. ഇങ്ങനെയാണ് ഓഫ്സെറ്റ് സ്പെല്ലിംഗ്, ഓഫ്സെറ്റ് അഡ്രസ്. ഇങ്ങനെയാണ് നമ്മളുടെ ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടുപിടിക്കുന്നത്. സെഗ്മെൻറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത ഓഫ്സെറ്റ് അഡ്രസ്സിനെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിവിടെ പോയിൻറ്റേഴ്സിനും ഇൻഡെക്സ് രജിസ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. ബേസ് പോയിൻ്റർ എന്ന് പറയുന്നത് ഡേറ്റ സെഗ്മെൻറ്റിനെ, ഇത് കോഡ് സെഗ്മെൻറ്റിനോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്, ഇത് ഡേറ്റ സെഗ്മെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ SP അത് സ്റ്റാക്ക് സെഗ്മെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ സ്റ്റാക്ക് ഉണ്ടാവുമല്ലോ, സ്റ്റാക്ക് നമ്മളിപ്പോൾ പഠിച്ചപ്പോഴത്തേന് നമ്മൾ പഠിച്ചൊരു വേരിയബിളാണ് ടോപ്പ്.
എന്തുകൊണ്ടാണ്? സ്റ്റാക്കിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് ടോപ്പ്. അപ്പം ഇവിടെ ആ ഒരു ടോപ്പിന് വേറെ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. സ്റ്റാക്ക് പോയിൻ്റർ സെയിം ടോപ്പ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു 2 സംഭവങ്ങളൂടെ നമുക്കുണ്ട്, സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും. സോഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ സോഴ്സ് ഡേറ്റയുടെ ഓഫ്സെറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെസ്റ്റിനേഷൻ ഡേറ്റയുടെ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യാനാണ് DI നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ പോയിൻറ്റേഴ്സും ഇൻഡെക്സ് രജിസ്റ്റേഴ്സും. അപ്പം അത് ഒരു പാർട്ട് കഴിഞ്ഞു. ജനറൽ പർപ്പസ് രജിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ മിസ് ചെയ്തൊരു സംഭവമുണ്ട്. നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റർ നമ്മൾ മേളിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേനും ഇത് കണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ സ്റ്റാക്ക് പോയിൻ്റർ, ബേസ് പോയിൻ്റർ, DI. ഇനി നമ്മൾ ഇതൊക്കെയാണ് നമ്മളുടെ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ പർപ്പസ് രജിസ്റ്റർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഇസ് AX. ഈ AX ഇസ് നത്തിങ് ബട്ട് അക്യുമുലേറ്റർ. ഓക്കെ, അക്യുമുലേറ്ററാണ്. അപ്പോൾ ഈ അക്യുമുലേറ്ററിന് ഇത് 16 ബിറ്റ് ആണ്, പക്ഷേ ഇതിന് 8 ബിറ്റ് ഡേറ്റയും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ലോവർ 8 ബിറ്റ് ഡേറ്റ ഇതിനെ AL എന്ന് ഞാൻ വിശേഷിപ്പിക്കും. അപ്പോൾ എനിക്ക് ഹയർ ബിറ്റ് ഇല്ല എന്നുണ്ട് AL മാത്രമായിരിക്കും ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. AHും ALുമായിട്ടാണ്, A ഹയറും A ലോവറുമായിട്ടാണ് നമ്മളുടെ ജനറൽ പർപ്പസ് രജിസ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്. BX എന്ന് പറയുന്നത് ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. CX കൗണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി കൗണ്ടർ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രിങ്ങോ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസിൻ്റെയോ കേസസിൽ കൗണ്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ CX ആയിരിക്കും യൂസ് ചെയ്യുന്നത്. DX എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് പോലെയാണ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ജനറൽ പർപ്പസ് രജിസ്റ്ററിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനോട് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന തേർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഫ്ലാഗ് രജിസ്റ്ററാണ്. നമ്മൾക്ക് 8086-നകത്ത് നമുക്ക് 2 ടൈപ്പുള്ള ഫ്ലാഗ് രജിസ്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്ററിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഇസ് കണ്ടീഷൻ കോഡ് സ്റ്റാറ്റസ് ഫ്ലാഗ്സ്. അപ്പം കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ്ലി 8085 പഠിച്ച 5 ഫ്ലാഗുകളെല്ലാം വരുന്നുണ്ട്, പ്ലസ് ഒരു അഡീഷണൽ ഓവർഫ്ലോ ഫ്ലാഗ് വരുന്നുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. അത് 3 ഫ്ലാഗാണ് അതിന് എക്സ്ട്രാ വരുന്നത്. അപ്പം ഈ ഫ്ലാഗ് രജിസ്റ്ററിൽ നമുക്കറിയാം CY ക്യാരി, അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പ്രീവിയസ്ലി. അപ്പോൾ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എക്സാം ചോദിക്കുമ്പോഴത്തേനും നിങ്ങളത് എഴുതി വെച്ചേക്കണം. ഓക്കെ, P പാരിറ്റി, AC ഓക്സിലറി ക്യാരി, Z എന്ന് പറയുന്നത് 0യുടെ ബിറ്റിൻ്റെ, S എന്ന് പറയുന്നത് സൈൻഡ് അല്ലേ. ഇനി അടുത്തത് നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, O. ഇത്രയുമാണ് നമ്മുടെ കണ്ടീഷൻ കോഡ് അല്ലെങ്കിൽ കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് വരുന്നത്. O എന്ന് പറയുന്നത് ഓവർഫ്ലോ ഫ്ലാഗാണ്. അതായത് ഇപ്പം ഞാൻ രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിൽ ഞാൻ അഡീഷൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, A+B ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ടിനകത്ത് ഇപ്പം എനിക്ക് 8 ബിറ്റാണ് എൻ്റെ ഡേറ്റ എന്നുണ്ടെങ്കിൽ എനിക്ക് 9 ബിറ്റാണ് എൻ്റെ ആൻസർ വന്നു അല്ലെങ്കിൽ റിസൾട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 1 ബിറ്റ് എനിക്ക് ഓവർഫ്ലോ ആണല്ലേ. ഇപ്പം നമ്മളൊരു ബോട്ടിലിനകത്ത് വെള്ളം ഒഴിക്കുകയാണ്, ബോട്ടിലിനകത്ത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കപ്പാസിറ്റി കൂടുതലായി കഴിഞ്ഞാൽ നമ്മളതിന് ഓവർഫ്ലോ എന്ന് പറയത്തില്ലേ, അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പം അങ്ങനെ ഓവർഫ്ലോ വരുന്ന കേസിൽ നമ്മളുടെ ഈ ഒരു ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റായിരിക്കും, അതായത് ഇറ്റ് വിൽ ബി 1. അത് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് എക്സ്ട്രാ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ്. മെഷീൻ കൺട്രോൾ ഫ്ലാഗ് നമുക്കുള്ളത് 3 ഫ്ലാഗ്സാണ് നമുക്കുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാപ്പ് ഫ്ലാഗ്. ഈ ട്രാപ്പ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എവിടെയെങ്ങാനും കേട്ടിട്ടുണ്ടോ? നമ്മൾ 8085 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രാപ്പ് ഫ്ലാഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്? നമ്മൾ ഇൻട്രപ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പം ഇൻട്രപ്സിന് വേണ്ടിയിട്ട് ഇൻട്രപ്സ് ഹയർ പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ട്രാപ്പ് ഫ്ലാഗ് സെറ്റായിരിക്കുന്നത് സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ മോഡിൽ പ്രൊസസ്സർ എൻ്റർ ചെയ്യുമ്പോഴത്തേനും ആണ്. അതായത് ഒരു ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു ട്രാപ്പ് ഇൻട്രപ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ട്രാപ്പ് ഫ്ലാഗ് സെറ്റായിരിക്കും.
ട്രാപ്പ് എന്ന് പറയുന്നത് സാധാരണ ഇൻട്രപ്റ്റിനേക്കാളും കുറച്ചുകൂടെ പവർഫുള്ളാണ്, കുറച്ചുകൂടെ പ്രയോറിറ്റി ഉള്ളൊരു സാധനമാണ്. അടുത്തത് ഇൻട്രപ്റ്റ് ഫ്ലാഗ്. ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ബാസ്കബിൾ ആയിട്ടുള്ള ഇൻട്രപ്റ്റ്സ് CPU വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റായിരിക്കും. ഇവിടെ ട്രാപ്പ് വരുമ്പോഴത്തേന് മാത്രമാണ് ഈ ഒരു ഫ്ലാഗിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് സാധാരണ ഇൻട്രപ്റ്റ്സ് വരുമ്പോഴെല്ലാം നമ്മൾ ഈ ഒരു ഫ്ലാഗിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് ദി ഡയറക്ഷൻ ഫ്ലാഗ്. ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു സ്ട്രിങ് ഉണ്ട്, ഓക്കെ. ഈ ഒരു സ്ട്രിങ്ങിന് ഒരു ലോവർ അഡ്രസ്സ് ഉണ്ട്, ഹയർ അഡ്രസ്സ് ഉണ്ട്. ഇഫ് ഐ എം ഗോയിങ് ഫ്രം മൈ ലോവർ അഡ്രസ് ടു ഹയർ അഡ്രസ്സ്, ഓക്കെ, ഞാനിപ്പോൾ ലോവർ അഡ്രസ്സിൽ നിന്ന് ഓരോ എലിമെൻറ്റിനെ ഞാൻ പ്രോസസ്സ് ചെയ്ത് റീഡ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ മൈ ഫ്ലാഗ് ബിറ്റ് വിൽ ബി 0. ഇതിനെ ഒരു ഇൻക്രിമെൻറ്റ്, ഒരു ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡായിരിക്കും ഉദ്ദേശിക്കുന്നത്. വൈസ് വേഴ്സയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ട്രിങ്ങിന് ഹയർ ബിറ്റ് ടു ലോവർ ബിറ്റാണ് റീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈ ഫ്ലാഗ് ബിറ്റ് വിൽ ബി 1, ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ഓട്ടോ ഡിക്രിമെൻറ്റിംഗ് മോഡെന്നും നമ്മൾ വിശേഷിപ്പിക്കും. സോ നമ്മളിവിടെ നോക്കിയത് എന്താണ്? നമ്മളിവിടെ നോക്കിയത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും പോയിൻ്റർ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് നോക്കി, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് നോക്കി, അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സും ഇപ്പം നോക്കി.